ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു പച്ചയായ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. രാവിലത്തെ സമയമാണ് കൂട്ടുകാർ. രാവിലെ ഞാൻ എണീക്കും. രാവിലെ വലിയ ഒത്തിരി പുലർച്ചെയൊന്നും അല്ല, ഒരു ഒരു 8 മണി 8:15 ഞാൻ രാവിലെ എണീറ്റാണ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒരു വ്ളോഗ് എടുക്കാമെന്ന് ഓർത്തു. രാവിലെ നല്ല കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. റബ്ബറും തോട്ടം കേട്ടോ അവിടെ, ഒരു റബ്ബർ തോട്ടമാണ്. അപ്പോൾ രാവിലത്തെ പണിയെന്ന് വെച്ചാൽ എന്നാന്ന് വെച്ചാൽ തന്നെ കാപ്പി ഉണ്ടാക്കുന്ന കേട്ടോ. കട്ടൻ കാപ്പിയാണ് ഇവിടെ എല്ലാവരും കുടിക്കുന്നത്. എല്ലാവരും എന്ന് വെച്ചാൽ ഞങ്ങളിപ്പം 4 പേരേ ഉള്ളൂ. കാപ്പി വെക്കണം. ഞാൻ ഇപ്പോൾ വിറകിലല്ല, അടുപ്പിലാണ് എല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്യാസ് തീർന്നായിരുന്നു. ഗ്യാസ് പിന്നെ എടുത്തില്ല എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ഇവിടെ അടുത്ത് തോട്ടമായതുകൊണ്ട് എപ്പോഴും നല്ല പച്ച റബ്ബറിൻ്റെ വിറകായതുകൊണ്ട് പെട്ടെന്ന് കത്തും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഞാനിപ്പോൾ അടുപ്പിലാണ് ചെയ്യുന്നത്. ഗ്യാസ് അങ്ങനെ ഞാനിപ്പോൾ എടുത്തിട്ടില്ല, എല്ലാം അടുപ്പിലാണ് ചെയ്യുന്നത്. മൊത്തം പെട്ടെന്ന് തീയൊക്കെ കത്തുന്നതുകൊണ്ട് നല്ല എനിക്ക് തോന്നുന്നു ഗ്യാസിനെക്കാട്ടിലും എളുപ്പം അടുപ്പാന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ ഒത്തിരി സമയം പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അടുപ്പ് ഞാൻ വെക്കുമ്പം പെട്ടെന്ന് എല്ലാം ആകും. കാപ്പി തിളപ്പിച്ച് മാറ്റി അതിൻ്റെ പുറകെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുമ്പം അതൊക്കെ പെട്ടെന്ന് പുറകെ നടന്നു. പക്ഷെ ഗ്യാസ് ആകുമ്പോൾ അതിൻ്റെ കുറച്ച് താമസമൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് പിന്നെ ഇതിപ്പോൾ ഇഷ്ടമാണ്. എനിക്ക് ഈ വിറകിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നതും അടുപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഈ വിറകിലൊക്കെ ഓരോന്ന് ചെയ്യുന്നത്. അപ്പം കാപ്പി ഇടാനുള്ള പരിപാടിയാണ്. കട്ടൻ കാപ്പി. എൻ്റെ മുന്നേ രാവിലെ ഈ അടുക്കളയിൽ നിന്നിട്ട് തന്നെ ഈ കിളികളുടെ ഒക്കെ സൗണ്ട് കൊണ്ട് അടുക്കളയായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കയറി വരും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് കേൾക്കാം. എനിക്ക് തോന്നുന്നു അടുത്ത് തോട്ടമായതുകൊണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. പിന്നെ കാപ്പിക്ക് കഞ്ഞിയൊക്കെ വെള്ളം വെച്ചു. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ കരിയൊക്കെ പറ്റി ഞാൻ തലയിലോട്ട് തേക്കും കേട്ടോ. ഞാൻ ആ തലയിലോട്ട് തേച്ചാൽ കരിയൊക്കെ അങ്ങ് കളയും. അപ്പോൾ കാപ്പിക്ക് വെള്ളം വെച്ചിട്ട് നിൽക്കുകയാണ്. ഉണ്ടാക്കണം എന്ന് ആലോചിച്ചപ്പോൾ പിന്നെ ഓർത്ത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയേക്കാമെന്ന് ഓർത്ത്. ഗോതമ്പ് പൊടി നമ്മുടെ ആശീർവാദിൻ്റെ ആട്ട കേട്ടോ, അതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുട്ട ഇരിപ്പുണ്ടായിരുന്നു. ചപ്പാത്തിയും മുട്ടക്കറിയും രാവിലെ ഉണ്ടാക്കാമെന്ന് ഓർത്തു. അതുണ്ടാക്കാൻ വേണ്ടി പോവുക കേട്ടോ. ഇപ്പോൾ കാപ്പിയുടെ വെള്ളമൊക്കെ നല്ലതായിട്ട് തിളച്ച് വന്നു. ഇനി കാപ്പിപ്പൊടി ഇടണം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഞാൻ കാപ്പിപ്പൊടി ഒക്കെ ഇട്ട് കാപ്പി ആക്കുവാണ്. എനിക്കിങ്ങനെ ഈ കാപ്പി ഇങ്ങനെ കുടിക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഞാനങ്ങനെ കാപ്പി കുടിക്കത്തേ ഇല്ല. എനിക്ക് ചിലപ്പോൾ തോന്നിയാൽ മാത്രം ഞാൻ വെറും അര ഗ്ലാസ് കാപ്പിയെ ഞാൻ കുടിക്കത്തുള്ളൂ. അല്ല, ഞാൻ കാപ്പിയൊന്നും കുടിക്കത്തില്ല. എനിക്കിഷ്ടമില്ല ഈ കാപ്പി. രാവിലെ ഞാൻ വെള്ളമാണ് കുടിക്കുന്നത് സാധാരണ. അങ്ങനെ എന്നിട്ട് ഞാൻ പിന്നെ അതിൻ്റെ പുറകെ തന്നെ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചായിരുന്നു. ചപ്പാത്തിയിലേക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി മുട്ട അതും കൂടെ ഞാൻ പുഴുങ്ങാൻ വേണ്ടി ഒരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ കാപ്പി വെച്ചു. അതിൻ്റെ പുറകെ തന്നെ ഈ തീ ഇങ്ങനെ വയ്ക്കുമ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ ഓരോന്നും ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്യാസ് ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. ഇതാകുമ്പോൾ എനിക്കെല്ലാം പെട്ടെന്ന് ഇങ്ങനെ പുറകെ ഇങ്ങനെ പെട്ടെന്ന് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പച്ചവെള്ളത്തിൽ സാധാ വെള്ളത്തിലാണ് ഞാൻ ചപ്പാത്തി കുഴയ്ക്കുന്നത്. ഞാനിങ്ങനെ നേരത്തെയൊക്കെ ഞാൻ ചൂടുവെള്ളത്തിലാണ് കുഴച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചൂടുവെള്ളത്തിൽ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര കല്ല് പോലെ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ സാധാ വെള്ളത്തിൽ ഇങ്ങനെ കുഴച്ചെടുത്ത് പതുക്കെ ഇങ്ങനെ കുഴച്ചെടുത്ത് വരുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് എനിക്കിപ്പോൾ കിട്ടുന്നത്. നേരത്തെയൊക്കെ ഭയങ്കര ഇതായിട്ട് എനിക്ക്, പക്ഷേ ഇപ്പം നല്ല സോഫ്റ്റൊക്കെ ആയിട്ടാണ് എനിക്ക് ചപ്പാത്തിയുടെ മാവ് എനിക്ക് ആയി വരുന്നത്. അങ്ങനെ നല്ല സോഫ്റ്റാക്കി എനിക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡിൽ മുട്ട അടുപ്പിൽ നിന്ന് നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ലതായിട്ട് തിളച്ച് വേവുകയാണ്. അപ്പം ഈ മുട്ടക്കറിക്കുള്ള സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുക്കുക. അതെല്ലാം എടുക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നിട്ടാണ് ഞാൻ ഇത് അരിയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വന്നിരുന്ന് അരിയാനാണ് എനിക്കിഷ്ടം, ഈ അകത്തൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാളും. പിന്നെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ഒരു പള്ളിയാട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു പള്ളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ ഇരുന്ന് ഇങ്ങനെ ഈ പള്ളിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ചില സമയത്ത് സങ്കടങ്ങളൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ നോക്കി ആ പള്ളിയിലോട്ട് നോക്കിയപ്പോൾ പ്രത്യേകം നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം കിട്ടും കേട്ടോ. പിന്നെ ഞാൻ അരിയുന്ന ഫ്രണ്ടിൽ വന്ന് രണ്ട് ആൾക്കാർ ഇരിപ്പുണ്ട്. പൂച്ചകളാണ് കേട്ടോ. ഇവിടെ തന്നെ ഉള്ളതാണ്. അവിടെ അപ്പുറം പരിസരത്ത് ഒക്കെ ഉള്ള 2 പൂച്ചകളാണ്. എപ്പോഴും വാതിൽക്കൽ വന്ന് ഇങ്ങനെ ഇരിക്കും. ങ്യാവെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള 2 പൂച്ചക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഒരാൾ അപ്പുറ സൈഡിൽ എന്തോ ഒരു അനക്കമൊക്കെ കേട്ട്, ഈ പൂച്ചക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ കേട്ടോ. ഭയങ്കര അനക്കമൊക്കെ കേട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഞരക്കോ മുളിച്ചോ കേട്ടപ്പോഴാണ്
എൻ്റെ കുഞ്ഞു ചുറ്റുമണി എണീറ്റത്. എൻ്റെ മോള് ഇളയ ആളാണ് ഹെലൻ. അപ്പോൾ അവൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഉറക്കത്തിൽ നിന്ന്. അപ്പോൾ അവളെ എടുത്ത് കുറച്ച് നേരം ഒന്ന് കൊഞ്ചിച്ച് കളിപ്പിച്ച് ഒന്ന് സെറ്റാക്കിയാലേ ഉള്ള ആൾ. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വഴക്കായിരിക്കും, ഇങ്ങനെ മൂളിയും ഒക്കെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും ആൾ. അവളെ ഒന്ന് സെറ്റാക്കി എടുത്ത് വെച്ചാലേ ഉള്ളൂ ബാക്കി എൻ്റെ പണികളൊക്കെ നടക്കത്തുള്ളൂ. ഉറക്കം മൂഡിലായതുകൊണ്ടാണ് ആളൊന്നും ചിരിക്കുകയൊക്കെ ചെയ്യാത്തത്. പിന്നെ ആളെ ഞാൻ നല്ല ചുറ്റുമണി എന്നൊക്കെ വിളിച്ചൊന്ന് നല്ല രീതിയിൽ കൊഞ്ചിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ചിരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഉറക്കത്തിൽ നിന്ന് ആളെണീറ്റുകൊണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കുവാണ്. സബോള വഴറ്റി മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ടക്കറിക്കകത്ത് ഞാൻ ഈ തക്കാളി അരിഞ്ഞിടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തക്കാളി. സബോള ഒരുവിധം വഴറ്റായി വരുന്ന സമയത്ത് ഈ തക്കാളിയൊക്കെ അരിഞ്ഞ് വഴറ്റി ഞാൻ എടുക്കും. നല്ല രുചിയാണ് അങ്ങനെ ഇടുമ്പം. നമ്മളെല്ലാവരും ഇടുമല്ലായിരിക്കും അല്ലേ? അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് തക്കാളി വഴറ്റിയെടുക്കും. വഴറ്റിയെടുത്തിട്ട് ഞാൻ അടുപ്പ് താത്ത് വെച്ചിട്ട് ചട്ടി ഞാൻ താത്ത് വെച്ചിട്ട് ഞാൻ പൊടികളൊക്കെ ചേർക്കുന്നത്. അല്ലെങ്കിൽ നല്ലതായിട്ട് തീ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു പൊടികളെല്ലാം ചേർത്ത് ഞാൻ മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഗരം മസാലയും കുറച്ച് നമ്മുടെ ഇറച്ചി മസാലയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ മുട്ടക്കറി വെക്കുന്നത്. അങ്ങനെ മുട്ടക്കറിയൊക്കെ അങ്ങ് റെഡിയായി സെറ്റാക്കി വെച്ച് ഇനിയിപ്പോൾ ചപ്പാത്തി പരത്താൻ പോവാണ്. ചപ്പാത്തി പരത്തി ഞാനിങ്ങ് പരത്തി ഞാനിങ്ങനെ വെക്കാറില്ല. പരത്തുക, ചുട്ടെടുക്കുക, അതായത് ഉണ്ടാക്കിയെടുക്കുക, പാത്രത്തിൽ വെക്കുക, പിന്നെ പരത്തുക, അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അല്ലാതെ പരത്തി ഇങ്ങനെ നേരത്തെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയല്ല, ഞാൻ പെട്ടെന്ന് പരത്തി പെട്ടെന്ന് ചുടുക, അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ കറക്റ്റ് പെർഫെക്റ്റായിട്ടുള്ളൊരു വട്ടം അങ്ങനെയൊന്നും എനിക്ക് കിട്ടാറൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വട്ടം കിട്ടും. പിന്നെ ആ വട്ടത്തിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ. പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ 3 പേരും കഴിക്കുകയാണ് കേട്ടോ. ഞാൻ ഹെലനും ഹാലൻഡും കൂടെ ഞങ്ങൾ ഇതുപോലെ തിണ്ണയിൽ ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ടിൽ വന്നിങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. അവൾക്ക് കുഞ്ഞിപ്പെണ്ണിനാണേലും അവൾക്കിങ്ങനെ പ്ലേറ്റിലിങ്ങനെ വെച്ചിട്ട് ആളുടെ ഇരിപ്പ് നോക്കിയാൽ പാവം. ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇങ്ങനെ പെറുക്കി തിന്നോളും. നമ്മൾ മുട്ടയൊക്കെ പൊളിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, ആളവിടെ ഇരുന്ന് പെറുക്കി പയ്യെ ഇരുന്ന് കഴിച്ചോളും. ഞാൻ പിന്നെ ഒരു തേയിലച്ചായ ആക്കിയെടുത്ത് എനിക്കിങ്ങനെ ഇഷ്ടം. എനിക്കിങ്ങനെ ഈ പലഹാരമൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ ഈ തേയിലച്ചായ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് നല്ലതായിട്ട് കഴുകിയെടുത്ത് കുറച്ച് കഴിച്ച പാത്രം അതുപോലെ തന്നെ അതൊക്കെ ഉണ്ടാക്കിയ പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അങ്ങ് കഴുകി എടുത്ത് മാറ്റി വെച്ച്. പിന്നെ അവിടെ എല്ലാം പാത്രമെല്ലാം കഴുകിയ സ്ഥലമൊക്കെ വാഷ് ബേസിനും അവിടെ എല്ലാം ഒന്ന് നല്ലതായിട്ട് കഴുകി തേച്ച് ഇടും. ഞാൻ ഇങ്ങനെ ഈ പാത്രം കഴുകിയ അപ്പം തന്നെ അതെല്ലാം കൂടെ കഴുകി അങ്ങനെ വെള്ളമൊഴിച്ച് നല്ല ക്ലീനാക്കി അവിടെ ഇടും കേട്ടോ. എനിക്ക് അങ്ങനെ ചെയ്താലേ ഉള്ളൊരു തൃപ്തി വരത്തുള്ളൂ മനസ്സിന്. ഞാൻ എപ്പോഴും ഇങ്ങനെ പാത്രം കഴിയുമ്പം അവിടെ അങ്ങ് കഴുകി ഇടും. പിന്നെ അടുപ്പിൽ ഉപയോഗിക്കുന്ന കരിയായ പാത്രങ്ങൾ അതൊക്കെ നമ്മൾ വെളിയിലിട്ടാണ് കഴുകുന്നത് കേട്ടോ. വെളിയിൽ കൊണ്ടിട്ട് ചാറ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട്, അവിടെ കഴുകാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ വെളിയിലിട്ടാണ് കഴുകുന്നത്. ഞാൻ ഇവിടെ പാല് മേടിക്കുന്ന കവറുണ്ടല്ലോ, അതിട്ടാണ് ഞാൻ ഈ കരിയായ പാത്രമൊക്കെ കഴുകുന്നത്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ അത് അടുപ്പിൽ ഇതൊക്കെ അങ്ങ് കരിയൊക്കെ പോകാറുണ്ട്, പെട്ടെന്ന് നല്ലതായിട്ട് തെളിഞ്ഞ് കിട്ടും കേട്ടോ. ഈ സ്ക്രബ്ബറൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പാത്രത്തിലൊക്കെ ഇങ്ങനെ ഈ പാട് വീഴത്തില്ല, അതുകൊണ്ട് ഞാൻ സ്ക്രബ്ബർ ഇട്ട് ഞാൻ അങ്ങനെ കഴുകത്തില്ല. ഞാൻ ഈ പാലിൻ്റെ കവറൊക്കെ ഇട്ടാണ് കഴുകുന്നത്. ഇത് കലം നല്ല അടിപൊളിയാവും. ഈ പാലിൻ്റെ കവറൊക്കെ ഇട്ട് തേച്ച് കുറച്ച് കഴുകിയെടുക്കുമ്പോൾ നല്ല കളറായിട്ട് കഴുകിയെടുക്കുമ്പോൾ നല്ല, ഇപ്പം നിങ്ങൾ കാണുന്നില്ല, നല്ല വെട്ടമല്ലേ, എന്തുണ്ട് കലം ഇരിക്കുന്നുണ്ട്, നല്ല തെളിച്ചമല്ലേ. ഇനി അടുത്ത പരിപാടി എന്നാന്ന് ചോദിച്ചാൽ ഉച്ചത്തേക്കുള്ള ചോറിന് കറി ഉണ്ടാക്കുന്ന കേട്ടോ. പരിപ്പും തക്കാളിക്കയും കൂടെ ഉണ്ടാക്കാമെന്ന് ഓർത്തു. ഈ മല്ലിയും മുളകും ഇട്ട് ഉണ്ടാക്കില്ലേ, എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ഇന്നലത്തെ വൈകിട്ട് അതേപോലെ മത്തി കറി വെച്ചിട്ടുണ്ടായിരുന്നു, മുളകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തുവെങ്കിൽ ഇതുപോലെ പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് ഓർത്തു. ഈ മീൻ കറിയും പരിപ്പ് കറിയൊക്കെ നല്ല കോമ്പിനേഷൻ ആണല്ലോ. അപ്പം ഞാൻ ഓർത്തു പിന്നെ എങ്കിൽ അങ്ങനെ ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ആദ്യം ഓർത്തു തോരൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ ഇങ്ങനെ പരിപ്പ് ചാറൊക്കെ ആക്കിയേക്കാമെന്ന് ഓർത്ത് അതുണ്ടാക്കുവാണ്. ഈ പരിപ്പും ഈ തക്കാളിക്കയും കൂടെ എല്ലാം കൂടെ ഇട്ട് ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് സബോളയും പിന്നെ ഈ വെളുത്തുള്ളിയും കൂടെ കടുക് പൊട്ടിച്ച് ചേർത്ത് വഴറ്റിയിട്ട് മല്ലിയും മുളകും പിന്നെ കുറച്ച് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ
ചേർത്തിട്ടാണ് ഞാൻ കറിക്ക് ചേർക്കുന്നത്. നല്ല രുചിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ ചോറിൻ്റെ കൂടെ ഈ പരിപ്പ് കറി ഒക്കെ കഴിക്കാൻ വേണ്ടി. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. പിന്നെ കുക്കർ ഞാൻ അടുപ്പേ വെച്ചാണ് ഇതിൻ്റെ കുക്കറിൻ്റെ പരുവം നോക്കിയേ. ഇതിങ്ങനെ ഞാൻ തേച്ച് കഴുകി എടുക്കുമോ? നല്ലതായിട്ട് കഷ്ടപ്പെടണം ഇനി എൻ്റെ കുക്കറിനി ഒന്ന് വെളുപ്പിക്കണമെങ്കിൽ. ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഞങ്ങൾക്ക് പിന്നെ ഞാനങ്ങ് കുക്കറിലങ്ങ് വെച്ചേക്കാമെന്ന് ഓർത്ത് അടുപ്പയിലങ്ങ് അടുപ്പിച്ചെടുത്തതാണ്. കണ്ടില്ലേ, നല്ല കറിയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഈ കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ഈ തക്കാളിയൊക്കെ ഇങ്ങനെ ഒത്തിരി അടിയാതെ ഇങ്ങനെ കാണണം, ഇങ്ങനെ കറിക്കകത്ത് കിടക്കുക. നല്ല രുചിയാട്ടോ. ഞാൻ പിന്നെ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുവാണ്. സൂപ്പറാണ്, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പുകഴ്ത്തുവാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഞാനിട്ട് കറിയൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി വെക്കുവാണ്. പിന്നെ ഹാലുവിന് കഴിക്കാൻ വേണ്ടി തട്ടാൻ ചോദിച്ചപ്പോൾ അവന് വേണ്ട, അവന് ചപ്പാത്തി മതി അമ്മ, എനിക്ക് ചപ്പാത്തി മതി എന്നും പറഞ്ഞ് ചപ്പാത്തി കഴിക്കുവാണ്. ഞാനും അവൻ്റെ കൂടെ ഇരുന്ന് ചോറുണ്ണുവാണ്. സമയം പോയതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് കഴിച്ചേക്കാമെന്ന് ഓർത്ത് കഴിക്കുവാണ്. ഞാൻ കുളിച്ചിട്ട് പയ്യെ കഴിച്ചേക്കാമെന്ന് ഓർത്തു. പക്ഷേ എനിക്ക് ഈ സമയം തെറ്റി കഴിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മാതിരി വായു കയറുന്ന ഗ്യാസൊക്കെ കയറുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് കഴിച്ചു കേട്ടോ. പിന്നെ രാവിലെ ഞാൻ തുണിയൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് കഴുകി പിടിച്ചങ്ങ് എടുത്തിടുവാണ്. അപ്പോൾ ഞാൻ എപ്പം വെളിയിൽ ഇറങ്ങിയാലും ആളെൻ്റെ കൂടെ അങ്ങ് ഇറങ്ങി വന്നോളും. അപ്പോൾ ഞാൻ ചോദിക്കണം, മോനെ ചെരുപ്പ് എന്ത് ചെയ്യുന്നു, ഇനി ചെരുപ്പ് എന്താ ഇടാഞ്ഞത്? അപ്പോൾ അവൻ പറയാണ്, എനിക്ക് ചെരുപ്പില്ലല്ലോ, എനിക്ക് ആരും ചെരുപ്പ് മേടിച്ച് തന്നില്ല. വെറുതെയാണ് ഒരു ചാക്ക് ഒരു കൂട് നിറച്ചും ചെരുപ്പിരിക്കുക, എന്നിട്ട് ഇവനിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. ചുമ്മാ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നതാണ്. പിന്നെ ഇതാണ് എൻ്റെ കൂടെ വെളിയിൽ വന്നിട്ടുള്ള കളിയൊക്കെ കേട്ടോ. പിന്നെ തുണിയെല്ലാം ഞാൻ അങ്ങ് പെട്ടെന്ന് കഴുകി വിരിച്ചിടുവാണ്, കുടഞ്ഞ് വയ്ക്കുക. അപ്പോൾ ഇവിടെ വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ, എപ്പോഴും നല്ല വെയിലാണ്. ഒരുമാതിരി ഒരു വൈകുന്നേരം വരെ നല്ല വെയിലുള്ളതുകൊണ്ട് തുണികളെല്ലാം പെട്ടെന്ന് അങ്ങ് ഉണങ്ങും. രാവിലെ മുക്കി വെച്ചായതുകൊണ്ട് ഞാൻ ചെളിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതായതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് കുത്തിപ്പിഴിഞ്ഞെടുത്ത് ഇടുന്നതാണ്. ഇനിയിപ്പം കുളിച്ചേക്കാന്ന് ഓർത്ത് എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എണ്ണയൊക്കെ വെച്ച് കുളിക്കാമെന്ന് ഓർത്തു. ഞാനങ്ങനെ ഡെയിലി ഒന്നും എണ്ണ വെക്കത്തുമില്ല, ഡെയിലി ഞാൻ തല കഴുകത്തുമില്ല. ഞാനൊന്നെങ്കിൽ ആഴ്ചയിൽ 3 അല്ലെങ്കിൽ കൂടിപ്പോയ 3 എല്ലാ ദിവസവും ഞാൻ തല കഴുകത്തുമില്ല. ഞാനങ്ങനെ ആണ്. എനിക്ക് എന്നിപ്പോൾ തല ഇങ്ങനെ എല്ലാ ദിവസവും കഴുകുന്നത് മുടിക്ക് മുടി ഊരുന്നതും എന്നൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ എന്നും തല കഴുകത്തില്ല. പിന്നെ ഈ ക്യാമറയൊക്കെ കണ്ടാൽ ഞാൻ മുടി അഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് പട്ടിഷോ എനിക്കുള്ളതാണ് കൂട്ടുകാരെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു. പിന്നെ ഇനിയിപ്പം ഇനിയും വൈകുന്നേരമായി, എങ്കിലും ചുമ്മാ ഒന്ന് മുഖത്തൊന്ന് ചെറിയ രീതിയിൽ ടച്ചപ്പ് ചെയ്യണം. നമുക്ക് പിന്നെ ഈ ഗേൾസിനൊക്കെ പ്രത്യേകിച്ച് പിന്നെ കാര്യമൊന്നും വേണ്ടല്ലോ ഈ ഒരുങ്ങുന്നതിന്. വീട്ടിൽ ഇരുന്ന് ചുമ്മാ ഇരുന്നാലും ഒരുങ്ങിക്കോളും. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടാത്തതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഓരോന്നൊക്കെ മുഖത്തൊക്കെ അങ്ങ് ഒരുങ്ങി ഇരുന്നോളും. പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ ഒരുങ്ങുന്നതിന് വലിയ തെറ്റൊന്നും ഇല്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഒരുങ്ങി. പിന്നെ മുടിയൊക്കെ ഒന്ന് കോതിയിടുക കേട്ടോ. ഞാനിങ്ങനെ നനഞ്ഞിട്ട് ഇങ്ങനെ കുളിച്ച പടി ഉണരെ നമ്മൾ ചീപ്പെടുത്ത് ചീകത്തില്ല, രണ്ടായിട്ട് ഇങ്ങനെ വകഞ്ഞിട്ട് മുടി ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ചടയെല്ലാം കളഞ്ഞ് അങ്ങനെ അങ്ങിടും. പിന്നെ ആ സമയത്ത് തന്നെ ഞാൻ കുഞ്ഞിപ്പണ്ണീനെയൊക്കെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് ഇടാൻ വരാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പം നമുക്ക് നമുക്ക് ടാറ്റ പോകാമെന്നൊക്കെ പറയുമ്പോഴാണ് അവൾ ഡ്രസ്സൊക്കെ ഇടുന്നത്. അപ്പം ഞാൻ പറയാണ്, ഡാൻസ് കളിക്കും കുഞ്ഞി എന്നൊക്കെ പറഞ്ഞപ്പം അവൾ കൈകൊണ്ട് ഡാൻസൊക്കെ കളിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ 3 പേര് ഇതുപോലെ എപ്പോഴും വൈകുന്നേരം ഇങ്ങനെ ചായ കുടിക്കുന്നത്. ഇവിടെ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ തിന്നൽ വന്നിരുന്നിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത്, ഞങ്ങൾ 3 പേരും കൂടെ. അപ്പോൾ അവിടെ ഞങ്ങൾ ചായ കുടിക്കുന്ന കണ്ടിട്ടുണ്ട് പോകാൻ പറ്റിയ. ഞാൻ ആദ്യം വീഡിയോ കാണിച്ച് പൂച്ചയില്ലേ, അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വന്ന് ആ സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കാനൊക്കെ ഹാലിൻ്റെ പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇവർക്ക് ബിസ്ക്കറ്റ് പൊട്ടിച്ച് കൊടുത്ത കൂട്ടത്തിൽ ഞാൻ അവർക്കും ബിസ്ക്കറ്റ് ശകലം ഇങ്ങനെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ ആദ്യം ഓർത്തപ്പോൾ ആദ്യമായിട്ട് ഞാനിങ്ങനെ പൂച്ച ബിസ്ക്കറ്റ് കഴിക്കുമോ? അപ്പോൾ അതേ ഞാൻ കൊടുത്തപ്പോൾ ഇട്ട് രണ്ടുപേരും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ 3 പേരും ഒരുപോലെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നു. അപ്പോൾ അതിനുശേഷം വൈകിട്ടായപ്പോൾ നമ്മൾ പൊക്കത്തെ വീട്ടിലെ ചേച്ചി ചക്ക കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അവരവിടെ പ്ലാവിൽ അവരുടെ മുറ്റത്ത് ഒരു പ്ലാവുണ്ട്, അപ്പോൾ അതിൽ നിന്ന് ഇട്ടതാണെന്ന് പറഞ്ഞു. അപ്പം ചക്ക കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ചുളയൊക്കെ എടുത്ത് കഴിച്ചു നോക്കി. പൊതുവേ ഞാൻ നേരത്തെ അങ്ങനെ ചക്കയൊന്നും കഴിക്കാറൊന്നുമില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിക്കുന്നത്. അപ്പം ഞാൻ ചക്ക ഓർത്തു, ഇപ്പോൾ മീൻകറി ഉണ്ടല്ലോ, മത്തി, ഞാൻ പറഞ്ഞില്ല മത്തി, അപ്പോൾ അത് കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ചക്ക വേവിച്ചേക്കാമെന്ന് ഞാൻ അങ്ങ് ഓർത്തു.
വയ്ക്കാൻ പോവുകയാണ്. ചക്കയൊക്കെ ഇങ്ങനെ മുറിക്കുവാണ്. മുറിച്ച് സത്യം പറഞ്ഞാൽ നമ്മളെന്ത് കഷ്ടപ്പെട്ടാലേ ഈ ചക്കയൊക്കെ മുറിക്കുന്നത്. അതേസമയം ഞാൻ ചൈനക്കാരുടെ ഈ വീഡിയോസൊക്കെ ഞാൻ കാണും. അപ്പോൾ അവരാണെങ്കിൽ ഒരു 2 മുറി മുറിക്കുമ്പോഴേ അവരുടെ ചക്കയൊക്കെ അങ്ങ് നമ്മളൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഒരു പകുതി ചക്ക ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഒരു ഫുള്ള് ചക്കയാണെങ്കിൽ 5-6 പേരൊക്കെ കൂടി അപ്പുറം ഇപ്പുറം നിന്ന് ഒരു കോടാലിക്കൊക്കെ വെട്ടിയാണ് ഇവിടെ നമ്മളൊക്കെ ചക്ക മുറിക്കുന്നത്. എന്തൊക്കെയല്ലേ. അങ്ങനെ അപ്പം ഞാൻ അടത്തി വെക്കും. അപ്പോൾ ഹാലു വേണേൽ തരുതര വരും. അമ്മയൊരു ചുളതാന്നും പറഞ്ഞ് തരുതര വരും. അപ്പോൾ അതിനകത്ത് സൈഡിൽ നിന്നൊക്കെ എടുത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മോനെ ഒത്തിരി കഴിക്കണ്ട എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിത് ചക്കയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കേട്ടോ. എൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ ചക്ക കഴിക്കുവാണ്. പിള്ളേർക്കൊക്കെ ഞാൻ കൊടുത്തു. പിന്നെ ഞാൻ ആ മീൻകറിയും ശകലം മാങ്ങാച്ചാറും ഒക്കെ കൂട്ടി അങ്ങ് കഴിച്ചു രാത്രി. ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടവരെന്നെ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനല് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. എന്തോ അവിടെ മോനെ ടാറ്റ കൊടുക്ക്. ടാറ്റ പറ. ടാറ്റ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈഫും അതുപോലെ അടിപൊളി വ്ലോഗും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പം ലവ് യു ഉമ്മ. ബൈ.